അര കപ്പ് പാലിലോട്ട് 1 സ്പൂൺ ഷുഗറും 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഒന്ന് പൊങ്ങാൻ മാറ്റി വെക്കാം. പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടീസ്പൂൺ എണ്ണയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിലോട്ട് പൊങ്ങിയ ഈസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചേർത്താലും നന്നായിരിക്കും. 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇനി ഈ മാവ് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് റാപ്പ് ചെയ്ത് മാറ്റി വെക്കാം. 2 മണിക്കൂർ വെക്കണം. പിന്നീട് ഒരു പാത്രത്തിലോട്ട് 50 ഗ്രാം ബട്ടർ എടുത്ത് അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൊത്തമല്ലി ചോപ്പ് ചെയ്തതും എല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് ഓർഗാനയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതെടുത്ത് കുറച്ച് പൊടി തൂകി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബട്ടർ മിക്സർ സ്പ്രെഡ് ചെയ്യുക. ആവശ്യത്തിന് ചീസും ചേർത്തിട്ട് മടക്കി നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് മുകളിലൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലും ഇതേ ബട്ടർ മിക്സർ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് 180 ഡിഗ്രിയിൽ അരമണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചില്ലി